ഹേമ കമ്മിറ്റി റിപ്പോർട്ടും പിന്നാലെ വന്ന കേസുകളും ചർച്ചയാകുമ്പോൾ ശ്രദ്ധേയമായ ഒരു നിയമം പാസാക്കിയിട്ടുണ്ട് ബംഗാൾ നിയമസഭ. ബലാത്സംഗ കേസുകളിൽ അതിവേഗ വിചാരണയും പരമാവധി ശിക്ഷയും ഉറപ്പാക്കുന്ന അപരാജിത ബില്ലാണ് ഇന്നലെ ബംഗാൾ നിയമസഭ പാസാക്കിയത്. ഏകകണ്ഠമായി സഭ പാസാക്കിയ ബില്ലിൽ എന്തൊക്കെയാണ് പറയുന്നതെന്ന് വിശദമായി നോക്കാം. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളിൽ മാതൃകാപരമായ ശിക്ഷ നൽകുക എന്നതാണ് ബില്ലിലൂടെ മമതാ ബാനർജി ലക്ഷ്യമിടുന്നത്. കേസ് നടത്തിപ്പിന് നിലവിലുള്ള കാലതാമസം വലിയ വെല്ലുവിളിയാണ്. അതൊഴിവാക്കുക കൂടിയാണ് അപരാജിത ബില്ലിന്റെ ലക്ഷ്യം. ബലാത്സംഗത്തെ തുടർന്ന് ഇര കൊല്ലപ്പെടുകയോ ശരീരം തളർന്ന അവസ്ഥയിലോ ആയാൽ പ്രതിക്ക് വധശിക്ഷ നിർദ്ദേശിക്കുന്നതാണ് ബിൽ. ലൈംഗിക പീഡന കേസിലെ പ്രതിക്ക് പരോൾ അനുവദിക്കാതെ ജീവപര്യന്തം ശിക്ഷ വേണം. കേസ് അന്വേഷണം 21 ദിവസത്തിനകം പൂർത്തീകരിക്കണം. കൂടുതൽ സമയം ആവശ്യമുണ്ടെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ പിന്തുണയോടെ 15 ദിവസം കൂടി നീട്ടി നൽകാം. പ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ കുറ്റവാളികളെ ശിക്ഷിക്കുന്ന ചില വകുപ്പുകൾ നീക്കം ചെയ്യണമെന്നും ബില്ലിൽ പറയുന്നുണ്ട്. വിചാരണയ്ക്ക് അതിവേഗ കോടതി വേണം. പോക്സോ നിയമങ്ങൾ കർശനമാക്കും. അപരാജിത ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കും. രാത്രിയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളുടെ സുരക്ഷ പൂർണ്ണമായും ഉറപ്പാക്കും. സ്ത്രീകൾക്കെതിരായ അതിക്രമ കേസുകൾ കൈകാര്യം ചെയ്യാൻ 52 പ്രത്യേക കോടതികൾ സ്ഥാപിക്കാനും ബില്ലിൽ വ്യവസ്ഥയുണ്ട്. ഇതുകൂടാതെ ബലാത്സംഗ കേസുകളിലെ കോടതി നടപടികളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ പ്രസിദ്ധീകരിക്കുകയോ റിപ്പോർട്ട് ചെയ്യുകയോ ചെയ്താൽ 3 മുതൽ 5 വർഷം വരെ തടവ് ശിക്ഷയും നിർദ്ദേശിക്കുന്നതാണ് അപരാജിത ബിൽ. റിസർച്ച് ഡെസ്ക് റിപ്പോർട്ടർ. നമുക്ക് ഇനി ബില്ലിന്റെ വിശദാംശങ്ങളിലേക്കൊന്ന് പോയാലോ. അപരാജിത വിമൻ ആൻഡ് ചൈൽഡ് ബിൽ, അതാണ് ടൈറ്റിൽ. നമ്മളിപ്പോൾ കാണുന്നത് പോലെ ഇതാണ് ബംഗാൾ നിയമസഭ പാസാക്കിയ ബില്ല്. അപരാജിത വിമൻ ആൻഡ് ചൈൽഡ് ബിൽ അനുസരിച്ച് സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷിതമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക, അതാണ് പരമപ്രധാനമായ ലക്ഷ്യം. ഇതിനായി കൊണ്ടുവന്നിരിക്കുന്ന ഭേദഗതികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഭാരതീയ ന്യായ സംഹിത 2023, ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത 2023, ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ സംരക്ഷണം പോക്സോ നിയമം 2012, ഇവയിലാണ് പ്രധാനപ്പെട്ട ഭേദഗതികൾ വരുത്തിയിരിക്കുന്നത്. അതായത് BNS 64 വകുപ്പ് ബലാത്സംഗ കുറ്റവാളിക്ക് 10 വർഷത്തിൽ കുറയാത്തതോ ജീവപര്യന്തമോ കഠിന തടവാണ് അതുപ്രകാരം പറയുന്നത്. അതിലാണ് ഇപ്പോൾ ഭേദഗതി കൊണ്ടുവന്നിരിക്കുന്നത്. ആ ഭേദഗതി എങ്ങനെയാണ് എന്ന് നോക്കിയാൽ ജീവിതാവസാനം വരെ ജീവപര്യന്തം കഠിന തടവും പിഴയും ലഭിക്കുന്ന ഭേദഗതിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ജീവിതാവസാനം വരെയായിരിക്കും ഈ കഠിന തടവ് ലഭിക്കുന്നത്. ഇത് മാത്രമല്ല 66 വകുപ്പിലും ഭേദഗതി കൊണ്ടുവന്നിട്ടുണ്ട്. ബലാത്സംഗത്തിനിരയാകുന്ന സ്ത്രീ മരിക്കുകയോ അബോധാവസ്ഥയിലാവുകയോ ചെയ്താൽ 20 വർഷം മുതൽ ജീവിതാവസാനം വരെ ജീവപര്യന്തം കഠിന തടവ് എന്നതായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ വരുത്തിയിരിക്കുന്ന ഭേദഗതി വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രതിക്ക് വധശിക്ഷയും പിഴയും എന്നുള്ളതാണ് വരുത്തിയിരിക്കുന്ന ഭേദഗതി. അടുത്തതായി ഭേദഗതി വന്നിരിക്കുന്ന വകുപ്പ് ഏതാണ് എന്ന് നോക്കാം. BNS 71, അതാണ് ഭേദഗതി വന്നിരിക്കുന്ന വകുപ്പ്. ആ വകുപ്പിൽ പറയുന്നത് കൂട്ടബലാത്സംഗ കുറ്റവാളിക്ക് 20 വർഷത്തിൽ കുറയാത്തതോ ജീവപര്യന്തമോ കഠിന തടവും പിഴയുമോ ലഭിക്കാം എന്നാണ്. അതിൽ ഭേദഗതി കൊണ്ടുവന്നിരിക്കുന്നതും പ്രധാനപ്പെട്ടതാണ്. കുറ്റവാളിക്ക് ജീവപര്യന്തം കഠിന തടവോ വധശിക്ഷയോ ലഭിക്കാം എന്നുള്ളതാണ് 70-ാം വകുപ്പിൽ വന്നിരിക്കുന്ന ഭേദഗതി. ഇനി നമുക്ക് 72-ാം വകുപ്പിലേക്ക് വരാം. BNS 72 വകുപ്പ് അനുസരിച്ച് അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയാൽ 2 വർഷം തടവും പിഴയും എന്നുള്ളതാണ് BNS-ൽ പറയുന്നത്. അതിൽ വരുത്തിയിരിക്കുന്ന ഭേദഗതി 3 വർഷം മുതൽ 5 വർഷം വരെ തടവും പിഴയും ലഭിക്കും എന്നുള്ളതാണ്. BNS 193 വകുപ്പിലും ഭേദഗതി വരുത്തിയിട്ടുണ്ട്. 193 വകുപ്പ് പറയുന്നത് അന്വേഷണം പൂർത്തിയാക്കുന്നതിനുള്ള പരമാവധി സമയപരിധി 2 മാസം എന്നുള്ളതാണ്. ആ സമയപരിധിയിലാണ് മാറ്റം വരുത്തിയിരിക്കുന്നത്. അന്വേഷണം 21 ദിവസത്തിനകം, അതായത് 3 ആഴ്ചയ്ക്കകം പൂർത്തിയാക്കണം. ആവശ്യമെങ്കിൽ 15 ദിവസം കൂടി അധിക സമയം നൽകാം എന്നുള്ളതാണ്. അടുത്ത ഭേദഗതി വരുന്നത് BNSS 346(1) അതിലാണ്. കുറ്റപത്രം സമർപ്പിച്ച് 2 മാസത്തിനകം വിചാരണ പൂർത്തിയാക്കണം എന്നുള്ളതാണ് പറയുന്നത്. അതിൽ വരുത്തിയിരിക്കുന്ന ഭേദഗതി വിചാരണ 30 ദിവസത്തിനകം, അതായത് 1 മാസത്തിനകം പൂർത്തിയാക്കണം എന്നുള്ളതാണ്. ഇനി മറ്റു കാര്യങ്ങളിലേക്ക് കൂടി വന്നു കഴിഞ്ഞാൽ അതിൽ കൂട്ടിച്ചേർത്തിരിക്കുന്ന മറ്റ് വകുപ്പുകൾ, അപരാജിത ബില്ലിൽ കൂട്ടിച്ചേർത്തിരിക്കുന്ന പുതിയ വകുപ്പുകൾ BNSS 29A ആണ്. അതായത് ബലാത്സംഗ കേസുകൾക്ക് പ്രത്യേക കോടതി എന്നതാണ് പറയുന്നത്. BNSS 29B ആണ് 2ാമത്തെ വകുപ്പ്. അതിൽ കേസ് നടത്താൻ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയോഗിക്കുക എന്നതാണ്. BNSS 29C അതനുസരിച്ച് ബലാത്സംഗ കേസുകൾ അപരാജിത ടാസ്ക് ഫോഴ്സ് ആയിരിക്കും കൈകാര്യം ചെയ്യുക. ഇത്രയും കാര്യങ്ങളിലാണ് മാറ്റം വരുത്തിയിരിക്കുന്നത്. സുപ്രധാനമായ ഭേദഗതികൾ ഉൾപ്പെടുത്തിക്കൊണ്ട്, വ്യത്യാസം വരുത്തിക്കൊണ്ട് അപരാജിത ബിൽ പാസാക്കുന്നതിലൂടെ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ആളുകൾക്ക് ശിക്ഷ അതിവേഗം ഉറപ്പാക്കും എന്നൊരു വാഗ്ദാനമാണ് മമതാ ബാനർജി സർക്കാർ ഇപ്പോൾ പാസാക്കിയിരിക്കുന്നത്. വളരെ പ്രോഗ്രസീവായുള്ള ഒരു നീക്കമായാണ് ഇതിനെ വിലയിരുത്തുന്നത്. എന്നാൽ ഇതുമൂലം ബംഗാളിലുണ്ടായ സംഭവങ്ങളിൽ സർക്കാരിനുണ്ടായ മാനക്കേട് മറയ്ക്കാൻ കഴിയുമോ എന്ന ചോദ്യം അവിടെ അവശേഷിക്കുന്നുമുണ്ട്.